സംസ്ഥാനത്ത് പ്രളയവും മഴക്കെടുതിയും തുടരുന്ന പശ്ചാത്തലത്തിൽ പ്രകൃതി ദുരന്തത്തെ രാഷ്ട്രീയ മുതലെടുപ്പിനായി ഉപയോഗിക്കുന്നത് നിർഭാഗ്യകരവും ഖേദകരവുമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ദുരന്ത സമയത്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് പോലും വലിയ തെറ്റായി ചിത്രീകരിച്ച് പ്രകൃതി ദുരന്തത്തെ രാഷ്ട്രീയവൽക്കരിക്കുവാൻ ശ്രമിക്കുന്നത് തെറ്റാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആവശ്യത്തിന് മരുന്നുകൾ എത്തിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അത് എല്ലായിടത്തും ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ലോക്കൽ ബോഡിയും അതനുസരിച്ച് വേസ്റ്റ് മാനേജ്മെൻറ്റ് കാര്യങ്ങൾക്കൊക്കെ നിർദ്ദേശം കൊടുത്തു എന്നാണ് മന്ത്രി എന്നോട് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ആവശ്യത്തിലുള്ള മരുന്നുകളൊക്കെ എത്തിച്ചിട്ടുണ്ട് ക്യാമ്പിൽ. ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് ഞങ്ങളെല്ലാ മുൻകരുതലും സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പകർച്ചവ്യാധികൾ പടരാതിരിക്കാനും കഴിയുന്നത്ര അതിനെ നിയന്ത്രിക്കാനുമുള്ള സംവിധാനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് നേതൃത്വം നൽകുന്നുണ്ട്. മരുന്നുകളൊക്കെ ഉണ്ട്. ക്യാമ്പിൽ ഒരിടത്തും മരുന്നിൻ്റെ ക്ഷാമം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ അങ്ങനെ ഒരു ഗവൺമെൻറ്റിന് അങ്ങനത്തെ ഒരു പരാതിയും കിട്ടിയില്ല. കിട്ടിയിടത്തെല്ലാം മരുന്ന് എത്തിക്കും. മരുന്ന് ആവശ്യത്തിലുള്ള മരുന്ന് ഇപ്പോൾ സ്റ്റോക്കുണ്ട്. മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാൻ കുറേ ബാലൻസ് ഉണ്ടായിരുന്ന കുറേയൊക്കെ ഞങ്ങൾ കൊടുത്തു തീർത്തു. പിന്നെ കാരുണ്യയുടെ മരുന്നിന് മാത്രമാണ്, ഒരു ഫാർമസിയിൽ മാത്രമാണ്. അത് നാളത്തോണ്ട് മുഴുവനായിട്ട് എത്തും, മരുന്നെത്തും. ഉച്ചയ്ക്ക് ആരാണെങ്കിലും ഭക്ഷണം കഴിക്കില്ലേ? ഒരിടത്ത് ഊണ് ഏർപ്പാട് ചെയ്ത് അവിടെ പോയിട്ട് ഊണ് കഴിച്ചു എന്നല്ലാതെ ഊണ് കഴിക്കുന്ന പോലും തെറ്റാണെന്നുള്ള അത് ഈ പറയുന്നത് വിഷയദാരിദ്ര്യത്തിൻ്റെ ഉദാഹരണമാണ്. ഒരു ദുരന്തത്തിനെ പോലും രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നത് തികച്ചും ദൗർഭാഗ്യകരമാണ്. ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല. ഞങ്ങളൊക്കെ മുമ്പ് പ്രളയം ഉണ്ടായ സമയത്ത് പോലും നിയമസഭയിൽ വിമർശിച്ചിട്ടുണ്ട് പോരായ്മകളെക്കുറിച്ച്. പക്ഷേ ഇതുപോലെ അന്ന് പിണറായി വിജയൻ എവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഭക്ഷണത്തിന് എന്താ ആർഭാടം? മഴ കുറഞ്ഞതെന്ന് വെച്ചാൽ മഴ കൂടിക്കൂടായില്ലല്ലോ. ഏത് നേരത്തും മഴ ശക്തിപ്പെടാം. പിണറായി വിജയൻ എല്ലാ ദിവസവും മാധ്യമങ്ങളെ കൊണ്ടൊക്കെ ജനങ്ങൾ അത് കാത്തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വി ഡി സതീശന്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു ഇടപെടലില്ല എന്നുള്ളതാണ്. അല്ല, വി ഡി സതീശൻ ഞാൻ പറയുന്നത് ഒരു ഉച്ചയ്ക്ക് ഊണ് കഴിച്ചാണോ അത്ര വലിയ അപരാധം? ഈ ആർഭാടം എന്ന് പറയുന്നത് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താ? കറിയുടെ എണ്ണം കൂടി അത് അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ആളല്ല. ഏതായാലും ഒരു ഭാഗ്യത്തിന് നിങ്ങൾ ഈ പറഞ്ഞ ദിവസങ്ങളിലൊന്നും ഞാനും ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഹെലികോപ്റ്റർ ആവശ്യത്തിന് ഉപയോഗിക്കാം. ആവശ്യത്തിന് ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത് തെറ്റൊന്നുമില്ല. സ്വന്തം ആവശ്യത്തിനല്ല. അദ്ദേഹം പോയ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഫാദറിനെ പോയി കണ്ടു. അദ്ദേഹം സീരിയസ് ആയി കിടക്കുമ്പോൾ പോയി കണ്ടു. പോയി കാണുന്നതോ? ഏതാണ് പരിപാടി ഞാൻ അന്വേഷിച്ചിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞത് ഔദ്യോഗിക പരിപാടിക്ക് പോയപ്പോൾ ഭാര്യാപിതാവിനെ കണ്ടു. അതൊരു മര്യാദയല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയുക തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയും.